പഴയ മീറ്ററുകൾ മാറ്റാത്തതിനെ തുടർന്ന് ഗാർഹിക കണക്ഷനുകൾ വിച്ഛേദിച്ചു. കുടിവെള്ളം പോലുമില്ലാതെ മാന്നാർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് പാവുക്കര വൈദ്യനഗറിലെ 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. കുടിവെള്ളം പോലുമില്ലാതെ ദുരിതത്തിലാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് പാവുക്കര വൈദ്യനഗറിലെ 30ഓളം കുടുംബങ്ങൾ. പഴയ മീറ്റർ മാറ്റാത്തതിനെ തുടർന്ന് ഗാർഹിക കണക്ഷനുകൾ വിച്ഛേദിച്ചതോടെയാണ് ഈ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കിട്ടാതെയായത്. ദൈനംദിന ഉപയോഗത്തിന് പോലും വെള്ളം ഇല്ലാതെയായതോടെ 1/2 കിലോമീറ്ററോളം ദൂരെയുള്ള പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് വെള്ളം കോരിയെത്തിക്കുന്നത്. ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ജലജീവൻ പദ്ധതിയിൽ ഗാർഹിക കണക്ഷനായിരുന്നു ഏതാനും വർഷങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്നത്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായ ഇവിടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ മീറ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണ് വെള്ളം കുടിമുട്ടാൻ കാരണമായത്. ചില മീറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും റീഡിംഗ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പുതിയ മീറ്റർ വാങ്ങി സ്ഥാപിക്കുന്നതിന് 3000ഓളം രൂപ വേണ്ടിവരുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. കൂലിവേലയും കൃഷിയും ഉപജീവനമാർഗമായിട്ടുള്ള നിർധന കുടുംബത്തിലെ അംഗങ്ങളായുള്ള പ്രദേശവാസികൾ മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ളവരല്ല. 2ഓ 3ഓ വീട്ടുകാർ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയാതെ പുതിയ മീറ്റർ വാങ്ങി കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുകയുമുണ്ടായി. മീറ്ററുകൾ പുതിയത് സ്ഥാപിച്ചാലും വീണ്ടും വെള്ളപ്പൊക്കം എത്തുമ്പോൾ ഇത് തന്നെയാകും അവസ്ഥയെന്നാണ് ഓരോ വീട്ടുകാരും പറയുന്നത്. കുടിവെള്ള പദ്ധതി വന്നത് കാരണം നമ്മുടെ പൊതു ടാപ്പ് 4 ടാപ്പ് ഉണ്ടായിരുന്നു വൈദ്യം കോളനിയിൽ. അത് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീടുകളിലേക്ക് ഉള്ള വെള്ളം തന്നപ്പോഴത്തേക്ക് ആ ടാപ്പുകൾ മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് വെള്ളം കയറി നമ്മുടെ മീറ്റർ ഓടുന്നില്ല എന്നും പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് പൈപ്പ് കട്ട് ചെയ്ത് മീറ്റർ മാറ്റി വെക്കണമെന്ന് പറയുന്നു. മീറ്റർ മാറ്റി വെക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒരു 3000 രൂപയെങ്കിലും ഇല്ലാതെ നമ്മുടെ മീറ്റർ മാറ്റി വെക്കാൻ പറ്റത്തില്ല. മീറ്റർ മാറ്റി വെച്ചാൽ അടുത്ത വെള്ളം വരുമ്പോഴും ഇതുപോലെ ഇത് നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും ഞങ്ങൾക്ക് ഈ 3000 രൂപ മുടക്കി ചെയ്യാൻ ഞങ്ങളുടെ സാമ്പത്തികം ഞങ്ങളെ അനുവദിക്കുന്നില്ല. കൂടാതെ ഞങ്ങൾക്ക് ഈ വൈദ്യം കോളനിക്ക് ഒരു കിലോമീറ്ററോളം ദൂരം പോകണം. ഒരു പഞ്ചായത്ത് കണ്ടുണ്ട് വിരിപ്പിൽ ദേവീക്ഷേത്രത്തിന്റെ അടുത്ത്. അവിടുന്ന് ഞങ്ങൾ എല്ലാ ആവശ്യത്തിനും ഞങ്ങളുടെ ബാത്റൂമിൽ പോകാനായാലും മുഖം കഴുകാനായാലും കുടിക്കാനായാലും തുണി കഴുകാനായാലും കുളിക്കാനായാലും എന്താവശ്യത്തിനും ഞങ്ങൾ അവിടെ പോയി വെള്ളം കൊണ്ടുവരണം. അതിന് ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി ഞങ്ങൾക്ക് അതിന് അനുകൂലമല്ല. കാരണം വെച്ചാൽ ഞങ്ങളിപ്പം എല്ലാവർക്കും കൈക്കും കാലിനും ഒക്കെ വേദനയുള്ളവരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പൊതുടാപ്പ് തരിക. ഞങ്ങളുടെ മീറ്റർ ഞങ്ങൾ മാറ്റി വെച്ചോളാം. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞങ്ങളത് മാറ്റി വെക്കാം. പക്ഷെ ഞങ്ങൾക്ക് പൊതുടാപ്പ് ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങൾ ഉപയോഗിച്ചോളാം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ജലജീവൻ പദ്ധതിയിൽ പ്രദേശത്തെ വീടുകൾ മുഴുവൻ ഉപഭോക്താക്കളായതോടെ ഉണ്ടായിരുന്ന 4 പൊതുടാപ്പുകളും അധികൃതർ മുറിച്ചുമാറ്റി. പൊതുടാപ്പ് ഇല്ലാതായതോടെയാണ് പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലായത്. പൊതുടാപ്പുകൾ പുനഃസ്ഥാപിച്ച് വെള്ളമെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മാന്നാർ.